ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദീപക്കുമായുള്ള മോളുടെ വിവാഹം നടക്കാതിരിക്കാൻ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാ. അതിപ്പോ നിയമപരമായിട്ടാണെങ്കില് അങ്ങനെ. നിയമപരമായിട്ടോ? പക്ഷെ എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് മാഡത്തിനെ കൊണ്ട് എന്നെ എവിടെ എത്തിച്ചതേ ഈ ഋതിക മാഡത്തിന് നന്നായിട്ടറിയാം. രാജു, നടന്നതൊക്കെ മറക്കാൻ ഋതികയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. വിവാഹം കഴിഞ്ഞുവെന്ന് ഒരു പ്രത്യേക സാഹചര്യത്തില് ഋതിക നുണ പറഞ്ഞതാണെങ്കിലും പിന്നീട് ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചതെങ്കിലും ഋതികയുടെ വീട്ടിൽ വെച്ച് അബദ്ധത്തില് രാജുവിന്റെ കയ്യിൽ നിന്നും താലിമാല ഋതികയുടെ കഴുത്തില് വീണു. രാജുവിനെ ഋതിക ഒരുപാട് പ്രണയിച്ചിരുന്നു. ഇപ്പോഴും രാജു ഒന്ന് ഋതികയുടെ അച്ഛനോട് സംസാരിച്ചാൽ, ഋതികയെ വിവാഹം കഴിക്കണമെന്ന് താല്പര്യപ്പെട്ടാൽ അദ്ദേഹം അത് നടത്തിത്തരും. അത് രാജുവിന് അറിയാവുന്നതല്ലേ. ഋതികയുടെ കാര്യത്തിലെന്താ രാജുവിന് ഇങ്ങനൊരു വാശി? ഋതിക പാവമല്ലേ? മീര മേഡം, ദയവ് ചെയ്ത് ഒരിക്കലും നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടി എന്നോട് വാദിക്കരുത്. മാഡം എത്രയൊക്കെ റിക്വസ്റ്റ് ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതൊരിക്കലും സാധ്യമാവാത്ത കാര്യ. ശരിക്കും എന്താ രാജുവിന്റെ പ്രശ്നം? രാജു പറ, ഞാനൊന്ന് കേക്കട്ടെ. മാഡം, വർമ്മ സാർ എന്റെ ആരാണെന്ന് ചോദിച്ചാ എനിക്കതിനൊരു ഉത്തരവില്ല. മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും ദൈവത്തിനും മുകളില എനിക്ക് വർമ്മ സാറ്. അങ്ങനെയുള്ള വർമ്മ സാറിന്റെ മകൾ ഋതിക മാഡത്തെ പ്രേമിക്കാനോ വിവാഹം കഴിക്കാനോ എനിക്ക് ഒരിക്കലും കഴിയില്ല. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ തന്നെ എനിക്കെന്റെ തല പെരുക്ക. ഋതിക മാഡം എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് എനിക്കിപ്പോ ഉണ്ടായിരുന്ന ദിവസങ്ങള്, ആ ദിവസങ്ങളില് ഞാൻ അനുഭവിച്ച ടെൻഷൻ, അതൊന്നും പറഞ്ഞ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. തീരുമാനങ്ങൾ എടുക്കാൻ പക്വതയില്ലാത്ത ഋതിക മാഡം പറയുന്ന കേട്ട് എന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കാതെ ഋതിക മാഡത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. മാഡത്തിന് എന്നോട് വിരോധമൊന്നും തോന്നരുത്. ഇനിയിപ്പോ തോന്നിയാലും സാരമില്ല. ഈ കാര്യം സംസാരിക്കാൻ ഇനിയും ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടാളും ബുദ്ധിമുട്ടരുത്. ഋതിക മാഡത്തിന് വീട്ടിലേക്ക് പോകാൻ ടാക്സി എന്തെല്ലാം അറേഞ്ച് ചെയ്യണം? വേണ്ട രാജു, ഞാൻ പൊയ്ക്കോളാം. ശരി. കണ്ടില്ലേ ആന്റി, ഇതാണ് രാജു. അവനിങ്ങനെയാ. എന്റെ കാര്യം മാത്രം ഈ ലോകത്ത് ആര് പറഞ്ഞാലും അവൻ കേൾക്കാൻ പോകുന്നില്ല. അവന്റെ വർമ്മ സാറിന്റെ മകളെന്ന സ്ഥാനം മാത്രം അവന്റെ മനസ്സില് എന്നോടുള്ളത്. സോറി മോളെ. ഒന്ന് സംസാരിച്ച രാജുവിന്റെ മനസ്സ് മാറൂന്ന ഞാൻ കരുതിയത്. പക്ഷെ എനിക്ക് തെറ്റി. മോള് വിഷമിക്കണ്ട. ദീപക്കുമായുള്ള മോളുടെ വിവാഹം നടക്കാതിരിക്കാൻ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാ. അതിപ്പോ നിയമപരമായിട്ടാണെങ്കില് അങ്ങനെ. നിയമപരമായിട്ടോ? അതെങ്ങനെ? മോള് മേജറല്ലേ? അപ്പൊ സ്വന്തം വിവാഹ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ മോൾക്ക് അവകാശമുണ്ട്. അയ്യോ, ഞാനങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞെന്നോ തീരുമാനം എടുത്തെന്നോ അച്ഛനറിഞ്ഞ? അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ. ആന്റിക്കും ദീപകിനെ തീരെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അവൻ ആർക്കാ ഇഷ്ടമാവാ? വഷളൻ. ഇവരെ ഞാൻ എന്ത് ചെയ്തിട്ട് ഇവർക്ക് എന്നോട് ഇത്ര ചൊറിച്ചില്ല? ഗാലറി മുഴുവൻ നിനക്ക് എതിരാണല്ലോടാ ദീപക്കെ.
ആര് വന്നാലും പൊരുതി നിൽക്കുക തന്നെ. എങ്കിൽ ഞാൻ പോട്ടെ ആന്റി. മോള് ധൈര്യമായിട്ട് പൊയ്ക്കോ. മോളുടെ ഒപ്പം ആന്റി ഉണ്ടാവും. താങ്ക് യു ആന്റി. ശ്ശേ, അമ്മയും മോളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കേണ്ടതായിരുന്നു. ഈ പെണ്ണുപിള്ള നൈസായിട്ട് അങ്ങ് കാറടിച്ച് തെറിപ്പിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട. ഈ ഏരിയയിൽ CCTV ഉണ്ടെങ്കിൽ പണിയാവും. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി നടന്നതൊക്കെ അമ്മയെ അറിയിക്കണം. വോട്ടേഴ്സ് ലിസ്റ്റ് എല്ലാം എടുത്തു കേട്ടാ. ഈ വർഷം എങ്ങനെ നോക്കിയാലും 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷങ്ങളും ഉണ്ടാവും. ആ നമസ്കാരം വർമ്മ സാറേ. നമസ്കാരം, ഇരിക്കൂ. എന്താ ജോത്സ്യർ ഈ വഴിക്ക്? അല്ല, ഞാൻ അംബിക മാഡം. പ്രതാപ, അതെ, ഞാൻ വിളിച്ചതാ ജോത്സ്യരെ. പ്രതാപ, നമുക്ക് ദീപകിന്റെയും ഋതികയുടെയും വിവാഹത്തിന് നാള് കുറിക്കണ്ടേ? യാമിനി, നീ ഒന്ന് പോയേ ഋതുമോളെ വിളിച്ചോണ്ട് വാ. അവളുടെ വിവാഹത്തിന് നാള് കുറിക്കാനാ ജോത്സ്യര് വന്നിരിക്കുന്നെ. പ്രതാപേട്ട, നമുക്ക് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഇനി ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഋതുമോളെ വിളിച്ചോണ്ട് വാ. എവിടെ അംബിക മാഡം? വരനെവിടെ? അയ്യോ, അവൻ എന്തോ കാര്യത്തിന് പുറത്തോട്ട് പോയിരിക്കുവാ. അവനെ നോക്കണ്ട. ജോത്സ്യരെന്തായാലും ഞാൻ പറഞ്ഞതനുസരിച്ച് നാളെ കുറിച്ചിട്ടല്ലേ വന്നത്. ആ, അതെ അംബിക മാഡം. ഇനി അതൊന്ന് വർമ്മ സാറിന്റെ മുന്നിൽ വായിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എങ്കിൽ വായിച്ചോളൂ. വർമ്മ സാറേ, അംബിക മാഡം എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഏറ്റവും അടുത്തുള്ള ശുഭമുഹൂർത്തമാണ് ഞാൻ കുറിച്ചിരിക്കുന്നത്. മറ്റന്നാൾ തന്നെ വിവാഹം നടത്താം. അതാ ഞാൻ നോക്കിയിട്ട് ഈ അടുത്ത ദിവസങ്ങളിലുള്ള ഏറ്റവും നല്ല മുഹൂർത്തം.